ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് നയൻതാര ധനുഷ് വിഷയത്തെക്കുറിച്ചാണ്. നയൻതാര ധനുഷ് വിഷയം ഇത്രമാത്രം ആളിക്കത്താനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നയൻതാര തന്നെയാണ്. നയൻതാരയുടെ ഭാഗത്താണ് തെറ്റുമൊത്തം. ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മലയാളത്തിലുള്ള ചില നടിമാരും ഈ പറയുന്ന നയൻതാരയ്ക്ക് വേണ്ടി കൊടിയും പൊക്കിക്കൊണ്ട് ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന ധനുഷിന് ഒരു വിലയും ഇല്ലാതാക്കി കളഞ്ഞു. ഇവിടെ കുറ്റക്കാരാരാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. 10 വർഷങ്ങൾക്ക് മുമ്പ് നാനും റൗഡിദാൻ എന്ന് പറയുന്ന ധനുഷ് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഇന്നത്തെ വിഘ്നേഷ് അല്ലായിരുന്നു അന്ന്. അതായത് നയൻതാരയുടെ ഭർത്താവായ വിഘ്നേഷ് ഇന്നത്തെ വിഘ്നേഷ് അല്ലായിരുന്നു, അന്ന് തുടക്കക്കാരനായിരുന്നു. ആ പടം സംവിധാനം ചെയ്തത് പുള്ളിക്കാരനാണ്. ആ പടത്തിൽ അഭിനയിച്ചത് വിജയ് സേതുപതിയാണ്. പുള്ളിക്കാരൻ പൈസ ഒന്നും മേടിക്കാതെ തന്നെയാണ് അഭിനയിച്ചത്. ആ ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് വെച്ചിരുന്നത് 6 കോടി രൂപയാണ്. ധനുഷിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തതും. അന്ന് ഈ സിനിമയുടെ നായികയായിരുന്നു ഈ പറയുന്ന നയൻതാര. ഈ നയൻതാരയും ഈ വിഘ്നേഷും തമ്മിൽ ഈ ഒരു സിനിമയുടെ സമയത്താണ് അവർ ഇഷ്ടത്തിലാകുക മാത്രമല്ല, അന്ന് ഷൂട്ടിംഗ് ചെയ്യേണ്ട സമയം മൊത്തം ഇവർ ക്യാരവാനിൽ ഇരുന്നുകൊണ്ട് സൊറ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ധനുഷ് തന്നെ രാധികയോട് പറഞ്ഞിട്ടുണ്ട്. രാധിക കഴിഞ്ഞ ദിവസം അത് വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പം വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കേണ്ട സാധനം 6 കോടി രൂപയ്ക്കുള്ളിൽ തന്നെ ഈ ഷൂട്ടിംഗ് തീർക്കേണ്ട ഈ നാനും റൗഡിദാൻ എന്ന് പറയുന്ന പടം 10 കോടിയുടെ അവിടെ വരെ എത്തിച്ചത് ഇവർ രണ്ടുപേരുമാണ്. കറക്റ്റായിട്ട് ഈ പടം ഷൂട്ട് ചെയ്യാതിരിക്കുക, രണ്ടുപേരൂടെ സൊറ പറഞ്ഞുകൊണ്ട് ഈ കാരവാനിലിരിക്കുക, അങ്ങനെ തുടങ്ങി ഈ പടത്തിനെ ഇത്ര ഡിലേ ആക്കിയത് ഇവർ രണ്ടുപേരുമാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരി ഈ പറയുന്ന ധനുഷിനെ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ച് അപമാനിച്ചു. ഓക്കെ, അതെന്തിനാണ്? നിങ്ങൾ കുറച്ചുകൂടെ അഭിനയം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് ഈ പറയുന്ന ധനുഷിനെ ഇവർ കളിയാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന നയൻതാരയുടെ ഡോക്യുമെൻ്ററി, അതായത് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇവരുടെ ലവ് എങ്ങനെയാണ് തുടങ്ങിയത്, ഇവരുടെ കല്യാണം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് ഈ നെറ്റ്ഫ്ലിക്സിന് വിൽക്കുകയായിരുന്നു. 1-2 രൂപയ്ക്കല്ല വിറ്റത്, 25 കോടി രൂപയ്ക്കാണ് വിറ്റത്. ആ വിറ്റതിൻ്റെ അകത്ത് ഈ പറയുന്ന ധനുഷിൻ്റെ നാനും റൗഡിദാൻ എന്ന് പറയുന്ന പടത്തിലെ 3 സെക്കൻഡ് അടങ്ങുന്ന ബിഹൈൻഡ് ദ സീനുമുണ്ട്. അപ്പോൾ തന്നെ ധനുഷ് പറഞ്ഞു ആ സീൻ അതിൽ നിന്നും റിമൂവ് ചെയ്യുക, ഇല്ല എങ്കിൽ എനിക്ക് എന്ത് തരണം? 10 കോടി രൂപ തരണം. അത് ധനുഷ് പബ്ലിക്കായിട്ടൊന്നും അല്ല പറഞ്ഞത്, വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ടീസ് കിട്ടിയ സമയത്ത് തന്നെ ഈ വിഘ്നേഷ് എന്ത് ചെയ്തു? ഈ ഒരു നോട്ടീസിനെ എടുത്ത് പബ്ലിക്കിലിട്ടു. അതുകൂടാതെ ഈ പറയുന്ന ചേച്ചി ഉണ്ടല്ലോ, അതായത് നയൻതാര ചേച്ചി, ഈ നയൻതാര ചേച്ചി 3 പേജ് അടങ്ങുന്ന ഒരു ലെറ്റർ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ ട്വിറ്ററിലും എടുത്ത് അങ്ങോട്ട് കാച്ചി. എത്ര കോടി ജനങ്ങൾ കണ്ടെന്നറിയാമോ ആ ഒരു പോസ്റ്റ്? ആ പോസ്റ്റിൻ്റെ അകത്ത് അവർ ഉടനീളം പറയുന്ന കാര്യം വ്യക്തിഹത്യയാണ്. അതായത് ധനുഷിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അതിൻ്റെ അകത്ത് തന്നെ അവർ ജർമ്മൻ ഭാഷ വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറയുന്ന ധനുഷിനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട്. കാരണം മറ്റൊരുത്തൻ്റെ സങ്കടം കണ്ടിട്ട് അതിൽ സന്തോഷിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ, അതോടൊപ്പം തന്നെ ഈ മൈക്കിൻ്റെ മുമ്പിൽ കാണുന്ന വ്യക്തിയല്ല, പിന്നിൽ വേറൊരു വ്യക്തിയാണ് എന്നൊക്കെ തുടങ്ങുന്ന പല രീതിയിലും ഈ പറയുന്ന ധനുഷിനെ അധിക്ഷേപിച്ചു ഈ പറയുന്ന നയൻതാര. അപ്പോൾ ഈ നയൻതാര ആരാണ്? ഈ നയൻതാരയ്ക്ക് മാന്യമായിട്ട് ഈ പറയുന്ന ധനുഷുമായിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യാമായിരുന്നു. ധനുഷിൻ്റെ പടത്തിന് നഷ്ടമുണ്ടാക്കിയതും പോരാ, ഇവർ രണ്ടുകൂടെ ഇപ്പോൾ ധനുഷിന്റെ പടത്തിലെ സീൻ ഇവരെടുത്തിട്ട് ധനുഷ് ചോദിച്ച 10 കോടി കൊടുക്കാൻ ഇവരെയും കൊണ്ട് പറ്റുന്നില്ല. ഈ പറയുന്ന നയൻതാരയ്ക്ക് വേണ്ടി കൊടി പിടിച്ചിറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. 10 ദിവസം ഇവർ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ 10 കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആയക്ക് നിർമ്മാതാവ് വേണം പൈസ കൊടുക്കാൻ. അതോടൊപ്പം തന്നെ ഇവർക്ക് ബോഡി ഗാർഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആര് കൊടുക്കണം? ഈ നിർമ്മാതാവ് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ അവിടെ നിന്ന് ഇത്രയും ദൂരമേ വരത്തുള്ളൂ, ഇത്രയും ദൂരം വരാൻ ഇത്ര രൂപ, ഇത്ര കോടി, അവിടുന്ന് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ ഇത്ര കോടി, അങ്ങനെ മീറ്റർ വൈസിനാണ് ഇവർ ഈ പൈസ വെക്കുന്നത്. മീറ്ററിന് കോടികൾ. ഈ ഒരു ലെവലിലാണ് ഈ നയൻതാരയുടെ ഒരു പ്രതിഫലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന നാനും റൗഡിദാൻ എന്ന് പറയുന്ന ഫിലിമിൻ്റെ ബിഹൈൻഡ് ദ സീൻ എടുത്തപ്പോൾ ഈ 10 കോടി കൊടുത്ത് ഈ പറയുന്ന ധനുഷുമായിട്ട് മാന്യമായിട്ട് കൊണ്ടുപോകാമായിരുന്നു. ധനുഷ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ അവരെന്ത് ചെയ്യണമായിരുന്നു? അതിനെ മാന്യമായിട്ട് അതിനെ ഡീൽ ചെയ്യണമായിരുന്നു. അത് വിട്ടിട്ട് ഈ ധനുഷിനെ ഈ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ വിട്ടത് ഈ പറയുന്ന പുള്ളിക്കാരി തന്നെയാണ്. ഇപ്പോൾ ധനുഷ് അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ ആ ഒരു സീനുകൾ അതിൽ നിന്നും റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ 10 കോടി എന്നുള്ളത് കൂടുമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്.
കൂട്ടി തന്നെ പറയണം. അത് മേടിച്ചെടുക്കണം. സംവിധാനം ചെയ്തത് വിഘ്നേഷ് ആണെങ്കിലും ഈ പടത്തിൽ അഭിനയിച്ചത് നയൻതാരയാണെങ്കിലും ഈ പടത്തിൻ്റെ കോപ്പിറൈറ്റ് ഉള്ളത് ഇതിൻ്റെ നിർമ്മാതാവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അവർ ചോദിക്കുന്ന പൈസ കൊടുത്തേ പറ്റൂ. ഇല്ലാതെ ഈ നെറ്റ്ഫ്ലിക്സുകാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ധനുഷിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സിനും അതോടൊപ്പം തന്നെ ഈ നയൻതാരയ്ക്കും നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ കേരളത്തിൽ കിടന്ന ചില ചേച്ചിമാരൊക്കെ വന്നിട്ട് ഈ പറയുന്ന നയൻതാരയ്ക്ക് പിന്തുണ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഇവിടെ കാലിളകി നിന്നത് ഈ നയൻതാര തന്നെയാണ് ഒരു മനുഷ്യനെ എടുത്ത് വ്യക്തിഹത്യ ചെയ്തത്. അവനെ ഈ പറയുന്ന ധനുഷിനെ വ്യക്തിഹത്യ ചെയ്തപ്പം ആർക്കും പൊള്ളത്തില്ലേ? അവൻ മനുഷ്യനല്ലേ? പറയേണ്ട രീതിയിൽ പറഞ്ഞത് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. അത് വിട്ട് ഈ ധനുഷിനെ വളരെ മോശമായിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ വരെയൊക്കെ അധിക്ഷേപിച്ചു വിട്ടു. കൊള്ളാം അല്ലേ? അതൊന്നും കാണാതാണ് ഞങ്ങൾ അവർക്ക് ഈ പറയുന്ന നയൻതാരയ്ക്കേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില ചേച്ചിമാർ വന്നല്ലോ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള. ഈ ചേച്ചിമാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ സാന്ദ്ര തോമസും ഈ നാട്ടിലുള്ള ഒരു ചേച്ചിയായിരുന്നു, മലയാളി ചേച്ചിയായിരുന്നു. ആ പുള്ളിക്കാരിയെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഈ പറയുന്ന ഒരു ചേച്ചിമാരെയും കണ്ടില്ല. പാർവതി തിരുവത്തടങ്ങുന്ന പല ചേച്ചിമാരും അന്ന് വാ തുറന്നില്ല. ഇപ്പൊ നയൻതാരയുടെ വിഷയം വന്നപ്പോഴത്തേന് വലിയ രീതിയിൽ വാ തുറന്നിട്ട് ധനുഷിന്റെ കൂടെ അഭിനയിച്ചവർ വരെ എതിർത്തു പോയി എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് ധനുഷിന് നഷ്ടം വരുത്തിയത് ഇവരുടെയോ ഒരു ഇഷ്ടം കാരണമാണ്. ഇഷ്ടപ്പെട്ടോട്ടെ, കല്യാണം കഴിച്ചോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ക്യാരവാനിൽ ഇരുന്നിട്ട് സൊള്ളിക്കൊണ്ടിരുന്ന് പടത്തിൻ്റെ ഇത്ര 6 കോടിക്ക് നിർത്തേണ്ടിയ ഒരു പടത്തിനെ കൊണ്ടുപോയി 10 കോടിയുടെ അത്രയും കൊണ്ടെത്തിക്കുന്ന ആ ഒരു നഷ്ടം ഉണ്ടാക്കി കൊടുത്തത്ര ഒന്നും. പിന്നെ അതിൻ്റെ സീൻ വരെ എടുത്ത് ഉണ്ടാക്കുന്നു. അതൊന്നും ഇവിടെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്തുമായാലും ധനുഷിൻ്റെ ഭാഗത്താണ് ഞാൻ നോക്കിയിട്ട് ശരി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.